എന്തുകൊണ്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ? ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വളരെ എളുപ്പമാണ്. മുന്നത്തെ പോലെ അത്ര വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇപ്പം നോർമലി ആളുകളുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് US അല്ലെങ്കിൽ കാനഡ ഒക്കെയാണ്. ഇപ്പോൾ US ഇപ്പോൾ നമുക്കൊരു വിസ കിട്ടി അവിടെ എത്തുക, അതായത് ഒരു ജോബ് കിട്ടി അവിടെ എത്തുക എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു റിസ്ക്കി ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്കത് ലോട്ട് വന്ന് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ കാനഡയുടെ കേസ് പറയുകയാണെങ്കിൽ കുറച്ച് മുന്നത്തെ കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ കാനഡ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പം ഹെൽത്ത് കെയർ പ്രൊഫഷൻസിനെ മാത്രമേ കാനഡയിൽ അധികമായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പ്രൊഫഷൻസ് ആയാലും അധികം ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കാനഡയിലില്ല. ഓക്കെ, അപ്പം എന്തുകൊണ്ടും ബെറ്ററായിട്ട് അത്ര വലിയ പ്രോസസ്സ് ഇല്ല, കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, കൂടുതൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് നോക്കുമ്പോൾ ഓസ്ട്രേലിയയാണ് എല്ലാവർക്കും ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മെയിൻ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അവർ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ടേംസ് ഓഫ് പ്രൊഫഷൻ്റെ കാര്യം പറയുമ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏതൊരു പ്രൊഫഷനിലുള്ള ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? ഇപ്പോൾ നോർമലി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷനാണ് മെയിൻലി ഉള്ളത്, അത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതേപോലെ തന്നെ IT സെക്ടറിലുള്ളവർ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, പിന്നെ എക്കണോമിക് മീൻസ് കൊമേഴ്സ് സെക്ടർ, ഈ സെക്ടറിലുള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ടുള്ള പ്രിഫറൻസസ് അവിടെ ഉള്ളത്. അതായത് ഒരാൾക്ക് PR അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് PR കിട്ടാനും അവിടെ എത്തി നല്ലൊരു ജോബ് കണ്ടെത്താനും ചാൻസസ് ഉള്ളത് ഇത്തരം പ്രൊഫഷണലുകൾക്കാണ്. ഓക്കെ, അതെ. സോ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സുമാർ വേറൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം ആ കൺട്രിയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടാണ് കൂടുതലും നഴ്സുമാർ ശ്രദ്ധിക്കുന്നത്. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ലൈക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ എല്ലാ നഴ്സസും ഓസ്ട്രേലിയയെ തന്നെ ഫോക്കസ് ചെയ്ത് ഒരു എൻഡ് ഗോളായിട്ട് വെക്കുന്നതിൽ? തീർച്ചയായിട്ടും ഓസ്ട്രേലിയ ഇപ്പോൾ നോർമലി നമ്മുടെ നാട്ടിലുള്ള നഴ്സസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഈസി ഓപ്ഷനാണ് നോക്കുന്നത്. എങ്ങനെ ഓസ്ട്രേലിയയിൽ വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നത്. അതായത് ഡയറക്റ്റ് ഓസ്ട്രേലിയയിലോട്ട് നമ്മൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അത് ആഫ്ര എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സാണ്. അതിൽ 2 എക്സാംസ് വരുന്നുണ്ട്. അതായത് NCLEX, OSCE എന്ന് പറഞ്ഞ 2 എക്സാം വരുന്നുണ്ട്. അതിലൊരു എക്സാം OSCE എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാമാണ്. അത് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയി അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വരണം. അതായത് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളവിടെ പോയിട്ട് വരണം. പക്ഷേ നമ്മളൊരു UK നമുക്ക് ജോലി കിട്ടി UK നിന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലോ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഇത്തരം എക്സാംസുകളൊന്നും അവർ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ UK CBT ആൻഡ് OSCE നോർമലി അവിടെ ഫണ്ടിങ് ഉണ്ട്. അവിടെ ചെന്നതിന് ശേഷം നോർമൽ അവിടുത്തെ UK പിൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ UK പിൻ ന്യൂസിലൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ന്യൂസിലൻഡിൽ നിന്ന് അത് ഓസ്ട്രേലിയക്ക് കൺവേർട്ട് ചെയ്യുന്നു. ജസ്റ്റ് ഡോക്യുമെന്റേഷൻ പ്രോസസ് മാത്രമായിരുന്നു. വേറെ ഓസ്ട്രേലിയയിലുള്ള എക്സാംസും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ലൈക്ക് ലാസ്റ്റ് ജൂലൈ വരെ. അതിനുശേഷം ചേഞ്ചസ് വന്നു. പിന്നെ ഇപ്പം ന്യൂസിലൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും CAP പ്രോഗ്രാം ആയിരുന്നു. ഒരു 8 വീക്സിൻ്റെ കോഴ്സാണ് അവർ ചെയ്യേണ്ടത്. അവിടെ ന്യൂസിലൻഡിൽ പോയിട്ട് 8 വീക്സിൻ്റെ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് വഴി അത് കൺവേർട്ട് ചെയ്ത് ഓസ്ട്രേലിയക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 2 പ്രോസസ്സും ഇപ്പോൾ സ്റ്റോപ്പായി. അതായത് ജൂലൈ മുതൽ UK ടു ന്യൂസിലൻഡ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ ഇപ്പോൾ CAP പ്രോഗ്രാം അല്ല, IQN തിയറി എക്സാമും OSCE എക്സാമുമാണ്. ഇത് 2 അറ്റൻഡ് ചെയ്താൽ മാത്രമേ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ചേഞ്ചസ് വന്നതിന് ശേഷം ആളുകൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അതായത് ഈ ഒരു പാത്വേസ് എല്ലാം ബ്ലോക്കായി. അതിനുശേഷം ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അതായത് ആഫ്ര രജിസ്ട്രേഷൻ പ്രോസസ്സ്. സോ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ PR-ൻ്റെ ഒരു മൈൻഡ് സെറ്റോടെ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ജോബ് ഓഫർ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ PR-ൻ്റെ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ 189, 190, 491 അല്ലെങ്കിൽ 186 ഇതാണ് അവിടുത്തെ PR ഓപ്ഷൻസ് ഉള്ളത്. ഈ 189 എന്ന് പറയുന്ന 189, 190, 491 ഈ 3 PR-ഉം വിത്തൗട്ട് എംപ്ലോയർ PR ആണ്. അതായത് നമ്മൾ PR-ന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതായത് ഇപ്പം ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആഫ്ര രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതായത് 3 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം. ഈ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഇടാൻ പറ്റും. അപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടും. അതായത് 189 എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് PR ആണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ റീജിയനിലോ അല്ല നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുക. അക്രോസ് ഓസ്ട്രേലിയ എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. 189 ഇൻഡിപെൻഡൻറ്റ് PR എന്ന് പറയും.
ആ PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അത് പിന്നെ ഉള്ളത് 190 PR ആണ്. ഈ 190 PR എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റേറ്റ് സ്പോൺസേഡ് PR ആണ്. പെർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർ തരുന്ന ലോട്ടാണ്. അപ്പം അതിൽ കയറി പോകാൻ പറ്റും. അത് അവിടെ ആകുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ, അതായത് ഒരു 2 year എങ്കിലും ആ സ്റ്റേറ്റിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും മിനിമം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. 491 എന്ന് പറയുന്ന PR റീജിയണൽ ഏരിയ PR ആണ്. ഓക്കെ, അപ്പോൾ ഈ റീജിയണൽ ഏരിയയിൽ, അതായത് കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ ആയിരിക്കാം, ടാൻസ്മാനിയൊക്കെ പോലുള്ള പ്രദേശങ്ങളായിരിക്കാം, അവിടെ നമ്മൾ മിനിമം 3 year എങ്കിലും വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. പിന്നെ ഈ 186 എന്ന് പറഞ്ഞ PR അത് എംപ്ലോയർ സ്പോൺസേഡ് PR ആണ്. ഇപ്പോൾ ഒരു നേഴ്സാണ്, അവർക്ക് AFRA രജിസ്ട്രേഷൻ ഉണ്ട്, അവർക്കൊരു എംപ്ലോയറും ഉണ്ട്, എംപ്ലോയർ അവരെ സ്പോൺസർ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന PR ആണ് 186. അത് വിത്ത് എംപ്ലോയർ ആണ്. ബാക്കി 3 PR-ഉം വിത്തൗട്ട് എംപ്ലോയർ PR ആണ്. പിന്നെ ഈ PR കിട്ടിയതിന് ശേഷം അവിടെ ചെന്നിട്ട് ജോബ് അന്വേഷിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ജോബ് അന്വേഷിച്ച്, അതായത് അവരവരുടെ കൺട്രിയിൽ നിന്നുകൊണ്ട് തന്നെ ജോബ് അന്വേഷിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റാവുന്നതാണ്. സോ PR കിട്ടാൻ വേണ്ടി മാത്രം ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു കൺട്രി ഇതേപോലെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് അഗൈൻ ഇപ്പോൾ നമുക്ക് PR ലഭിക്കാനുള്ളൊരു, ഇപ്പോൾ ഇത്രയും കാറ്റഗറീസ് ഓഫ് PR എലിജിബിലിറ്റി ഉള്ളതല്ലേ, ഒരു ജനറൽ ആയിട്ടുള്ളൊരു PR കിട്ടാൻ വേണ്ടി ഓസ്ട്രേലിയയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? എലിജിബിലിറ്റി പോയിന്റ് ബേസ് ആണ് PR എന്ന് പറയുന്നത്. നോർമൽ 65, മിനിമം 65 പോയിന്റ്സ് ആണ് വേണ്ടത്. അത് ഈ പറഞ്ഞ 3 PR ഞാൻ പറഞ്ഞല്ലോ, 189, 190 അല്ലെങ്കിൽ 491. ഈ 189 PR എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എഡീഷണൽ പോയിന്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, നമ്മുടെ ഏജ്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ 65 പോയിന്റ്സ് വേണ്ടത്. ഈ 189 PR ഒഴികെ ബാക്കിയുള്ള 2 PR പോയിന്റ് എടുക്കുകയാണെങ്കിലും നമുക്ക് എഡീഷണൽ പോയിന്റ്സ് കിട്ടും. അതായത് 491 റീജിയണൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 പോയിന്റ്സും, 190 ആണെന്നുണ്ടെങ്കിൽ 10 പോയിന്റ്സും എഡീഷണൽ കിട്ടും. അതായത് ഇപ്പോൾ ഓൾറെഡി 50 പോയിന്റ്സ് ഉള്ള ഒരാളാണെങ്കിൽ പോലും അവർക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെ. സോ ഈ 360 മെഡിക്കെയർ ഓസ്ട്രേലിയൻ മൈഗ്രേഷന് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലൈക്ക് ഈ ഒരു പ്രോസസ്സ് ത്രൂ ഔട്ട് 360 മെഡിക്കെയറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്തോരം ഉണ്ടോ? ഓക്കെ, 360 മെഡിക്കെയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻറ്റയർ പ്രോസസ്സാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു PR-നാണ് എങ്കിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എൻറ്റയർ പ്രോസസ് സ്റ്റാർട്ടിങ് ടു അവർക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടി അവർക്ക് അവിടെ ജോബ് കിട്ടുന്നവരുടെ എല്ലാ സപ്പോർട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവും. അതായത് എൻറ്റയർ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് നമ്മളായിരിക്കും ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം ഒരു കാൻഡിഡേറ്റ് നമ്മളടുത്ത് വരികയാണെങ്കിൽ പോലും, ഇപ്പം ഇനി ഹെൽത്ത് കെയർ പ്രൊഫഷൻ അല്ല, വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ആണെങ്കിൽ പോലും അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് എത്ര പോയിന്റ് അവർക്കുണ്ട്, ഏതൊക്കെ PR ഓപ്ഷൻസ് ആണ് അവർക്ക് എടുക്കാൻ പറ്റുക, ഇതെല്ലാം നമ്മൾ അവരെ ഇനീഷ്യലി ബ്രീഫ് ചെയ്യും. ബ്രീഫ് ചെയ്തതിന് ശേഷം അവർ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ PR-ന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ആയാലും ബാക്കി ഉള്ള പ്രോസസ്സ് ആയാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് അക്കാഡമി ഉള്ളത് കൊണ്ട് ഇൻ കേസ് അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സപ്പോർട്ടും കൊടുക്കാൻ പറ്റുന്നതാണ്. IELTS OET പോലുള്ള കോഴ്സസ് എടുക്കാം. സോ അതെങ്ങനെയാണ്, ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടുള്ള ക്ലാസ്സസ് ആണോ അതോ? നമുക്ക് മെയിൻലി ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം ഒരു കമ്പാരിസൺ എപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. ലൈക്ക് ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യുന്നതാണോ അതോ വേറൊരു കൺട്രിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതാണോ ഫിനാൻഷ്യലി ബെറ്റർ എന്നുള്ളൊരു കാര്യം. സോ അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ എത്രയാണ് ഒരു നഴ്സിനെ സംബന്ധിച്ചോളം ഓൺ ആൻ ആവറേജ് എത്രയായിരിക്കും അവരുടെ മന്ത്ലി ഇൻകം വരുന്നത്? മന്ത്ലി ഇൻകം എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 4 to 4.5 lakhs ബേസിക് സാലറി ഇനീഷ്യലി അവർക്ക് കിട്ടുന്നുണ്ട്. അതിപ്പം എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഒരു മിനിമം എക്സ്പീരിയൻസ്, അതായത് 1 year ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ പോലും അവർക്കൊരു 4 to 4.5 lakhs ഇനീഷ്യൽ സാലറി കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് വരുന്നുണ്ട്? വേറൊരു കൺട്രിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പ്രിറ്റി മച്ച് ക്ലോസ് എനഫ് ആയിട്ടുള്ളൊരു സാലറി പാക്കേജ് ഉണ്ട്. സോ വാട്ട് മേക്സ് ഓസ്ട്രേലിയ സ്റ്റാൻഡ് ഔട്ട് അമംഗ് ഓൾ അതർ കൺട്രീസ്? ഓസ്ട്രേലിയ വേറെ കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാക്സസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അറൗണ്ട് 30% ഒക്കെയാണ് ഓസ്ട്രേലിയയിലെ ടാക്സസ് വരുന്നത്. ആൻഡ് PR ഫ്രണ്ട്ലി ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് PR-ന് അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ല അവർക്ക് എക്സ്പീരിയൻസ് 3 വർഷത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം വിത്തിൻ 1 year അവർക്ക് PR-ന് അപ്ലിക്കേഷൻ ഉണ്ടാവും. വിത്തിൻ 1 year PR എടുക്കാൻ പറ്റും. വേറെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ PR കിട്ടിക്കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു നേഴ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം ജീവിച്ച ഒരാൾ പുറത്തൊരു കൺട്രിയിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ നോർമലി എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കാനഡ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ ക്ലൈമറ്റിക്കൽ ഇഷ്യൂസ് കുറേ വരുന്നുണ്ട്. അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുണ്ട്.
അപ്പം ഓസ്ട്രേലിയ ആകുമ്പം അത്തരം ഇഷ്യൂസ് ഒന്നുമില്ല. ഏതാണ്ട് ഇന്ത്യയിലൊക്കെയുള്ള അതുപോലുള്ള ക്ലൈമറ്റിക്കൽ കണ്ടീഷനാണ് ഓസ്ട്രേലിയയിലുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ സാലറി നല്ല സാലറി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ അവിടുത്തെ ജോബ് പോർട്ടൽസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അറൗണ്ട് ഒരു 15,000 എബോവ് വേക്കൻസീസ് ഇപ്പം തന്നെ ഓപ്പൺ ആണ്. ആൻഡ് ഈ വർഷം അവസാനം അല്ലെങ്കിൽ ഒരു 2026 കൂടി അറൗണ്ട് 1 lakh എബോവ് വേക്കൻസീസ് ആണ് ഓപ്പൺ ആവാൻ പോകുന്നത്. കാര്യം അവിടെ കുറേ ഈ പറഞ്ഞ ഏജിങ് പോപ്പുലേഷൻ്റെ ലൈക്ക് കുറേ കൂടി വരുന്നുണ്ട് ഏജിങ് പോപ്പുലേഷൻ. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ കുറേ ഷോർട്ടേജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പതുക്കെ അത് ഓപ്പണായി വരും. കാര്യം എന്താ വെച്ചാൽ ഒരു 6 to 8 months പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാലേ ആളുകൾ അവിടെ എത്തും. അപ്പം മെയിൻലി അവർ ഈ പറഞ്ഞ ആഫ്റ്റർ രജിസ്ട്രേഷനൊക്കെ വേണ്ടിയിട്ട് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി നമുക്കിപ്പോൾ നമ്മളിപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ചോളം ഒരിക്കലും അവർ ഒറ്റയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലായിരിക്കും, ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ഒരു PR കിട്ടിയ നഴ്സിനെ സംബന്ധിച്ചോളം ഒരു ഫാമിലിയെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? അതെ, ഇപ്പം നോർമലി ഒരു നേഴ്സിനെ സംബന്ധിച്ച് ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും അവർ എടുക്കുന്നത് GCC ആയിരിക്കും. ഇത്രയും കാലത്തെ ഒരു ഇതിൽ GCC ആയിരിക്കും. കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് അവർക്ക് ഫിനാൻഷ്യലി അവർക്ക് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാനും കാര്യങ്ങളെല്ലാം ബെറ്റർ GCC ആയിരിക്കും. പക്ഷേ ഒരു പീരീഡ് കഴിയുമ്പോൾ, അതായത് അവർക്കൊരു ഫാമിലിയായി കുട്ടികളൊക്കെ ആകുന്ന സമയത്താണ് അവർ ആലോചിക്കുക ഈ GCCയിൽ നിന്നുകൊണ്ട് അവർക്ക് വേറെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഈ സാലറി അവർക്ക് കിട്ടുന്നുണ്ട് ഒബിയസ്ലി, പക്ഷേ വേറെ കുട്ടികൾക്കായാലും സ്റ്റഡീസിനായാലും ഹെൽത്ത് കെയർ ആയാലും ഒന്നും വേറെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ഓസ്ട്രേലിയക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് PR ഓപ്ഷനിലാണ് ആയിരിക്കും പോകുന്നത് നോർമലി. കാര്യം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. വൺസ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ PR അപ്ലൈ ചെയ്യാം. PR കിട്ടി അവിടെ വിത്ത് ഫാമിലി പോകാൻ പറ്റും. വിത്ത് ഫാമിലി പോകുന്ന സമയത്ത് അവർക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ, അതായത് ഫ്രീ ഹെൽത്ത് കെയർ ആണ്. അതായത് അവർക്ക് വേറെ ഹെൽത്ത് കെയറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ചിലവുകളൊന്നും വരുന്നില്ല. പിന്നെ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷനാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ സെക്ടറിൽ അവർക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പം കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെയാണ് മെയിൻലി ആളുകൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കൂടെ വരുന്ന സ്പൗസിന് അവിടെ എങ്ങനെയാണ് വർക്കിംഗ് ഓപ്ഷൻ? ഫുൾ ടൈം വർക്ക് പെർമിറ്റ് പുള്ളിക്ക് കിട്ടും. അതായത് സ്പൗസ് വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം വർക്ക് പെർമിറ്റ് കിട്ടും. അത് PR ഓപ്ഷനിലാണെങ്കിലും അതല്ല നോർമൽ ഇപ്പോൾ PRന് എലിജിബിലിറ്റി ഇല്ലാത്ത ഒരാൾ, ഒരു നേഴ്സ് ആഫ്റ്റർ രജിസ്ട്രേഷനുള്ള നേഴ്സാണ് പോകുന്നതെങ്കിൽ അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 482 എന്ന് പറഞ്ഞ വിസയാണ്. സ്കിൽ ഇൻ ഡിമാൻഡ് വിസ എന്ന് പറയും. ഈ സ്കിൽ ഇൻ ഡിമാൻഡ് വിസയിൽ പോവുകയാണെങ്കിലും സ്പൗസിന് അക്കമ്പനി ചെയ്യാൻ പറ്റും ആൻഡ് ഫുൾ ടൈം വർക്ക് പെർമിറ്റ് കിട്ടും. വൺസ് PR കിട്ടി മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ചോളം അവരെപ്പോഴും അവരുടെ ഫാമിലിയും കൂടെ കൊണ്ടുപോകാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ചോളം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഓസ്ട്രേലിയ മൈഗ്രേഷൻ ത്രൂ അവർക്ക് കിട്ടുന്നത്? ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഒരുവിധം നേഴ്സസും മൈഗ്രേറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയക്ക്. ലൈക്ക് ഇപ്പം നമുക്കറിയാം, നോർമലി നമുക്ക് നാട്ടിൽ ഒരു രജിസ്ട്രേഷൻ കിട്ടിയ നേഴ്സാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ GCC ആയിരിക്കും അല്ലേ. അപ്പോൾ GCCയിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, നല്ല സാലറി ഉണ്ട്, സാലറി പാക്കേജും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ അവിടെ വേറെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ സാലറി അവർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അതിൽ ഹെൽത്ത് കെയർ ബെനിഫിറ്റോ അല്ലെങ്കിൽ ഫാമിലിക്ക് ഉള്ള വേറെയുള്ള ബെനിഫിറ്റ്സോ, അതായത് കുട്ടികളുടെ സ്റ്റഡീസ് ആയാലും ഒന്നും വേറെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഇതേ സെയിം നേഴ്സ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്ത് ഇൻക്ലൂഡിങ് വിത്ത് PR ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് ഒന്ന് ഈ പറഞ്ഞ ഫ്രീ ഹെൽത്ത് ആണ്. ഫ്രീ ഹെൽത്ത് കെയർ ഫോർ എൻറ്റയർ ഫാമിലി, ഫ്രീ ഹെൽത്ത് കെയർ ആണ്. അതേപോലെ തന്നെ ഇവരുടെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സ്റ്റഡീസ്, അതായത് അവരുടെ എല്ലാ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഫുൾ ഫ്രീ ആണ്. എല്ലാം ഗവൺമെൻറ് ആണ് നോക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഒരു റീസൺ. ഇപ്പം GCCയിലൊക്കെ ഉള്ള നേഴ്സസ് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ ഇതാണ്. കാര്യം അവരവിടെ ഓൾറെഡി 5 to 10 years ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ അവർക്ക് ഏണിങ്സ് ഉണ്ട്, ബട്ട് വേറെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അവരുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേറെ ബെനിഫിറ്റ്സ് ഇല്ല. അപ്പം അവർക്ക് ഇവിടെ നിന്ന് ഓസ്ട്രേലിയ പോലുള്ള കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ.